ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് ചിക്കൻ ബണ്ണ്. നമ്മുടെ വീട്ടിലെങ്ങനെ ബണ്ണ് ഉണ്ടാക്കാമെന്നും അതിനകത്ത് ചിക്കൻ ഫില്ല് ചെയ്യാമെന്നുമാണ് കാണിക്കുന്നത്. അത് ഓവനിലും വിത്തൗട്ട് ഓവനിലും ഞാൻ കാണിക്കുന്നതാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുഴയ്ക്കാൻ വേണ്ടി. നമുക്ക് വേണേൽ ഈസ്റ്റ് ഈ പാലിൽ ഇതിൻ്റെ പകുതി പാലിൽ വേണേൽ നമുക്ക് കലക്കി വെച്ചിട്ട് ഈസ്റ്റ് പൊങ്ങിയിട്ട് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാനിപ്പം ചേർത്ത മെതറിലും ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പാലെടുത്ത് കുറച്ച് നമ്മൾ അതിനകത്തൊഴിച്ച് കുഴയ്ക്കുകയാണ്. തിളപ്പിച്ച് ഒരുവിധം ചൂടുള്ള പാലാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ നമുക്ക് ബണ്ണുണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും ബണ്ണായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഫില്ലിങ് വെക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നൊന്നുമില്ല. മുട്ട ചേർക്കേണ്ട, അതിനകത്ത് മുട്ടയിടാതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. നിങ്ങൾക്ക് പാല് പോരാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിക്കാം. മാവെല്ലാം കൂടുതലാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് ചെറിയ ചൂടുവെള്ളം, ഒത്തിരി ചൂടാകരുത്, ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഇത് മുട്ട ചേർക്കാത്ത ബണ്ണാണ്. ഇത് ഞാൻ 1 മണിക്കൂർ ഇത് പൊങ്ങാൻ വെക്കാം. നമുക്ക് ഇച്ചിരി എണ്ണ ഇതിൻ്റെ മണ്ടയ്ക്ക് തടവി കൊടുക്കാം. നമുക്ക് നമ്മുടെ ബണ്ണിൻ്റെ ഡോ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സവോള കൊത്തിയരിഞ്ഞത്, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കും. ഞാൻ ചിക്കൻ ഇതിനകത്തേക്ക് ഇടാനുള്ള ചിക്കന് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കൈവച്ചോ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ കൈവച്ച് തന്നെ ഇങ്ങനെ പിച്ചി കീറിയിടാം. അല്ലെങ്കിൽ നമുക്ക് ചെറിയ കത്തി ഉപയോഗിച്ച് കീറിയിടാം. കൈവച്ച് തന്നെ ചെയ്യാം. എളുപ്പമാണ് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നു. ഞാൻ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. ഏകദേശം ഒരു 1/2 കപ്പ് ചിക്കനുണ്ട് വേവിച്ച് എടുത്ത് വെച്ചേക്കുന്നത്. ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് നമുക്ക് ഫില്ലിങ് ഇല്ലാതെ ഉണ്ടാക്കാം. ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലം നിങ്ങൾക്ക് ഫില്ല് ചെയ്യുക. അതിനകത്ത് ചിക്കനോ മട്ടനോ മുട്ടയോ വെജിറ്റബിൾസോ. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എനിക്ക് ടൊമാറ്റോയ്ക്ക് വരാൻ ടൊമാറ്റോ സോസ് പറഞ്ഞാൽ ടൊമാറ്റോ അരിഞ്ഞിട്ടുണ്ട്.
ഇതിലിട്ട് വഴറ്റുന്നു. നേരം ടൊമാറ്റോ സോസ് ഇടാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇത്തിരി വഴതേണ്ട ആവശ്യമില്ല, നമ്മളിത് ബേക്ക് ചെയ്യുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ ആദ്യമേ ചിക്കനിൽ കുരുമുളക് പൊടി വേവിച്ചതുകൊണ്ടാണ് കുറവിടുന്നത്. അതിനകത്ത് മുളക് പൊടി ഞാൻ 1/4 ടീസ്പൂൺ ഇച്ചിട്ടുണ്ട്. മുളക് പൊടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. നിങ്ങളുടെ സോയാ സോസ് ഇല്ലെങ്കിൽ അതില്ലാതെ നിങ്ങൾക്ക് വെക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് മസാല ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച് നമ്മൾ ചെറുതാക്കി വെച്ചത് അധികം വേഗണ്ട. ഇത് ചിക്കൻ ഓൾറെഡി വെന്ത് കിടക്കുന്ന സാധനമാണ്. നമ്മളിനി ഫ്ലെയിം ഓഫാക്കിയിട്ട് മയോണീസ് 1.5 ടേബിൾ സ്പൂൺ മയോണീസ് ചേർക്കുന്നു. ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മയോണീസ് ചേർക്കാൻ വേണം. 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇത് എഗ്ലെസ് മയോണീസ് ഞാൻ ചേർത്തേക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. എഗ്ഗുള്ളതോ ഇല്ലാത്തതൊക്കെ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് മയോണീസ് ചേർക്കാവൂ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബണ്ണെടുത്ത് വെക്കാം. നമ്മുടെ മാവ് 1 മണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ പൊങ്ങി റെഡിയായി. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നമുക്കിനി ഇതിനെ ഷേപ്പ് ചെയ്ത് മുറിച്ചെടുത്ത് ഞാൻ ഒരു ചരുവം അടുപ്പിൽ വെച്ച് അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ച് ചൂടാക്കാൻ വെച്ചേക്കുവാണ് 10 മിനിറ്റ്. നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നമ്മളിതിനകത്ത് ഫില്ലിങ് വെച്ചു. എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇച്ചിരി വലിപ്പത്തിലെടുക്കണം മാവ്. നമുക്കിങ്ങനെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ട്രേയിലേക്ക് വെക്കാം. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മളിപ്പോൾ 3 ബണ്ണുണ്ടാക്കി ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ നമ്മുടെ ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചേക്കുന്ന പാത്രം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഇവിടെ വെക്കാം റെസ്റ്റ് ചെയ്യാൻ. നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ മുകളിലേക്ക് അല്പം പാല് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല ഒരു കളർ കിട്ടാൻ ബേക്കായി വരുമ്പോൾ. അല്ല ബട്ടറോ മുട്ടയുണ്ടെങ്കിൽ അടിച്ച് ചേർത്താലും നല്ലതാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കറുത്ത എള്ളോ വെള്ള എള്ളോ നമ്മുടെ ചോയ്സാണ്, നമുക്കിഷ്ടമുള്ളത്. ഞാനിത് ബേക്ക് ചെയ്യാനും ഇത് നമ്മുടെ ഗ്യാസേ വെച്ചും വിത്തൗട്ട് ഓവൻ, ഇത് വിത്ത് ഓവനും.
ഗ്യാസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന 10 മിനിറ്റായി ഇതിലേക്ക് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഉപ്പ് വേണേലും ഇടാം, നമ്മുടെ ഇഷ്ടമാണ്. ഉപ്പോ മണലോ ഇടാം. ഇതിന് പകരം ഞാൻ നമ്മുടെ സ്റ്റൗവിൻ്റെ തന്നെ സ്റ്റാൻഡ് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് 20 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് ഇടയ്ക്ക് നമുക്ക് നോക്കാതെ റെഡിയായോ എന്ന്. ഓവൻ ഞാൻ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ആകാൻ വെച്ചേക്കുവാണ്. അതിനുശേഷം നമുക്ക് ഒറ്റിച്ചിലെടുത്ത് ഇത് വെച്ച് ബേക്ക് ചെയ്യും. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാനുള്ളത് വെക്കുകയാണ്. നമ്മളിനി 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഇത് ബേക്ക് ചെയ്യും. നമ്മൾ ഗ്യാസ് ബേക്ക് ചെയ്യാൻ വെച്ച ബണ്ണ് ഇവിടെ റെഡിയായി. 20 എന്നുള്ളത് ഒരു 10 മിനിറ്റോട് 30 മിനിറ്റ് എടുത്തു. ഞാൻ സ്റ്റാൻഡ് കിളന്ന സ്റ്റാൻഡായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇച്ചിരി ബട്ടർ എണ്ണയോ ബ്രഷ് ചെയ്യാം. മെൽറ്റാക്കി ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയാണിത്. നമുക്കിത് എടുത്ത് വെളിയിലേക്ക് വെക്കാം. നമുക്കിനി ഇതിൻ്റെ മുകളിൽ ബട്ടറോ എണ്ണയോ ഒക്കെ തേക്കാം. ഇനി നമ്മുടെ ഓവനിലിരിക്കുന്ന ബണ്ണ് നമുക്ക് റെഡിയായി നോക്കാം. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ച ബണ്ണും റെഡിയായി. അത് നമുക്ക് എടുക്കാം. അത് നമുക്കൊന്ന് ബട്ടറൊക്കെ തേച്ച് അങ്ങനെ നമ്മുടെ ബേക്കറിയിലുള്ള ബണ്ണ് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റി. നമ്മുടെ ഇഷ്ടമാണ് എത്ര ബട്ടർ വേണമല്ലോ എണ്ണ വേണമല്ലോ ഇതൊക്കെ തേക്കുന്നത്. നല്ല അടിപൊളി ബണ്ണാണ്. ചൂടാണ്, നല്ല സോഫ്റ്റ് ബണ്ണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കൈവച്ച് തന്നെ മുറിക്കാനുള്ളതേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ബണ്ണാണ്. ഞാൻ കത്തി മാറ്റുവാണ്. നല്ല ചൂടാണ്. നല്ല സോഫ്റ്റ് ബണ്ണ്. നമുക്ക് ഫില്ല് ചെയ്യുമോ ഫില്ല് ചെയ്യാതിരിക്കുക നമ്മുടെ ഇഷ്ടം. വെജിറ്റേറിയനോ നമുക്ക് ഇഷ്ടമുള്ളതിന് അത് ഫില്ല് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.